അപ്പം ഞങ്ങൾ ഇന്ന് സൗത്ത് ആംപ്ടൺ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ ഈ ഗെറ്റപ്പൊക്കെ കണ്ടാലേ അറിയാം നിങ്ങൾക്ക്. ഞങ്ങളൊരു വെക്കേഷന് പോവാണ്. അത് വെറും വെക്കേഷനല്ല, ഞങ്ങളുടെ മാരീഡ് ലൈഫിലെ ഫസ്റ്റ് വെക്കേഷനാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഹണിമൂണിന് വേണ്ടി പോവാണ്. അപ്പം ഞങ്ങൾ പിയാൻഡോ ക്രൂസിൻ്റെ അയോണ ക്രൂസിലാണ് പോകുന്നത്. ഇവിടെ നിന്നൊരു 30 minutes വാക്കാണ് ഓഷ്യൻ ടെർമിനലിലേക്ക്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ നടന്നു പോവാം. സൗത്ത് 25 minutes ആണ്. പിന്നെ സൗത്ത് ആംപ്ടണിലേക്ക് ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്നാണ് വന്നത് ഇങ്ങോട്ട്. അപ്പോൾ 2 സ്റ്റേഷനുണ്ട്. ഒന്ന് എയർപോർട്ടിൻ്റെ സ്റ്റോപ്പാണ്, അതല്ലാണ്ട് ഞങ്ങൾ സൗത്ത് ആംപ്ടൺ സെൻട്രൽ സ്റ്റേഷനിലാണ് വന്നിറങ്ങിയേക്കണേ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ നടക്കുക. ഓക്കെ. ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പം കുറേ പേര് നടന്നു തുടങ്ങിയ പോലെ തോന്നി. പക്ഷെ ഇപ്പോൾ ഇച്ചിരി അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ അതായത് സെയിം ക്രൂസിലേക്ക് പോകണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് ലഗേജിൽ ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെയും കാണുന്നില്ല. അപ്പം ഞങ്ങൾ ഇനി വഴി തെറ്റിയോ എന്നൊരു ഡൗട്ടുണ്ട്. സെയിം വഴിയാണോ? ഓക്കെ. അപ്പം ഞങ്ങൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ 2 രാത്രി ക്രൂസാട്ടോ ഇത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. എനിക്ക് മെയിനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് എന്ന് വെച്ചാൽ ഫുഡുണ്ട്. കുറേ ബൊഫെ പോലത്തെ ഫുഡുകളുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. ജിബിൻ ചേട്ടൻ ഭയങ്കര ഹെൽത്ത് ഫ്രീക്കാ. അപ്പോൾ ജിമ്മുണ്ട്, സ്വിമ്മിങ് പൂളുണ്ട്. അപ്പോൾ അതൊക്കെ അതും നമ്മൾ പോവും. ഇത് ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. അപ്പം നമ്മൾ പോവും അതിലേക്ക്. ഞങ്ങൾക്ക് തോന്നുന്നത് ഇപ്പം ഗേറ്റ് 4ലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടതെന്നാ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇപ്പം ബോർഡിംഗ് പാസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കറക്റ്റ്ലി അതാണോ എന്നുള്ളത്. അപ്പം ചെക്ക് ചെയ്തിട്ട് പോകാം. വെൽക്കം ടു വാട്ടർ ഫ്രണ്ട് സൗത്ത് ആംപ്ടൺ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വന്ന് ഞങ്ങൾ മാത്രം ഇവിടെ നടക്കണുള്ളൂ എന്നാണ് തോന്നണത്. പക്ഷെ കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വന്നെ സൗത്ത് ആംപ്ടണിൽ. അപ്പോൾ UK ഓരോ ടൗണിനും വേറൊരു വൈബാണല്ലോ. അപ്പോൾ ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് സണ്ണിയാണ് ആയതുകൊണ്ട്. എന്തോ ഓക്കെ, എനിക്ക് ഒരു ഫൺ ഫാക്ട് പറയാനുണ്ട്. ഇവിടെ ആണെങ്കിൽ എല്ലായിടത്തും തന്നെ പബ്ബൊക്കെ കാണും. അപ്പോൾ ഈ പബ്ബിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഒരു ഫൺ ഫാക്ട് ഉണ്ട്. പേരുകൾ ശ്രദ്ധിച്ചാൽ ഭയങ്കര കോമൺ ടേംസ് ആയിരിക്കും. ഇപ്പോൾ ഈ പബ്ബിൻ്റെ പേര് ദ പിഗ് എന്നാണ്. അപ്പോൾ ഇതിന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പണ്ട് കാലത്തെ ആൾക്കാർക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് അവർക്ക് കടയുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എപ്പോഴും തന്നെ അവിടെ സൈൻ ബോർഡിലാണെങ്കിൽ അവരുടെ പേരിൻ്റെ സിമ്പിളായിരിക്കും വെക്കുന്നത്. ഇപ്പോൾ ഇതിൽ ദ പിഗ് എന്നാണ്. അപ്പോൾ അവിടെ ഒരു പിഗിൻ്റെ സിമ്പിളുണ്ട്. അത് ഞാൻ എനിക്കിങ്ങനെ വാക്കിംഗ് ടൂറൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഏതോ ഒരു തവണ ഫ്രീ വാക്കിംഗ് ടൂർസ് ആട്ടോ, അതാണെങ്കിൽ ലണ്ടനിൽ എവിടെയോ നമുക്ക് വാക്കിംഗ് ടൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രീ അവർക്ക് എന്താ നമുക്ക് കൊടുക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അത്രയും കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു വാക്കിംഗ് ടൂറിന് പോയപ്പോൾ ഒരു ഗൈഡ് പറഞ്ഞു തന്നതാണ് ഈ പബ്ബിൻ്റെ സ്റ്റോറി. അത് ഫൺ ഫാക്റ്റായിട്ട് തോന്നി, അപ്പോൾ ഷെയർ ചെയ്തതാ. ഇപ്പോൾ ഇവിടെ ഷിപ്പൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. എന്താ അതെ, വേറെ ആൾക്കാർ ലഗേജ് പിടിച്ച് പോകണം കാണുന്നുണ്ട്. അപ്പം കറക്റ്റ് റൂട്ടിലാണെന്ന് പ്രതീക്ഷിക്കണം. കറക്റ്റ് റൂട്ടാ ആണോ? എന്നാൽ ബീച്ച് സൈഡിൽ കൂടി പോവാം. വാട്ടർ ഫ്രണ്ട് അല്ലേ. നാളത്തെ ഒരു ഫുൾ ഡേ സീ തന്നെ ആയിരിക്കും. സീ ഡേ എന്നാണ് പറയണത്. അപ്പോൾ ഷിപ്പ് തന്നെ എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് പരിപാടീസ്. അതാണ് ഞങ്ങളുടെ ഷിപ്പ്. അപ്പോൾ ഇന്ന് April 1, 2025 ആണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് 100 days ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഹണിമൂൺ ഗിഫ്റ്റ് ചെയ്ത പ്രീമിയർ ആൻഡ് ജഗ്ബോഗ ഫാമിലി ഫ്രണ്ട്സിന് ബിഗ് താങ്ക് യു. ഓക്കെ.
ഞങ്ങളപ്പം ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഇവിടെ ഇപ്പം കാണാം നമുക്ക് വലിയ ബാഗൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തു വിടാൻ പറ്റാൻ ഓപ്ഷനുണ്ട്. നമുക്കപ്പം ഒരു ലഗേജിന് പ്രിൻ്റ് ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റിയ ഒരു ലേബിൾ അവർ ഇമെയിൽ വഴി ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ലൈറ്റായിട്ട് ഒരു സ്മോൾ ഹാൻഡ് ബാഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചെക്ക് ഇന് കൊടുത്തിട്ടില്ല. ഞങ്ങളിപ്പം പാസ്പോർട്ടും ബോർഡിംഗ് പാസും ജസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പം ജസ്റ്റ് ചെക്ക് ഇൻ ഒക്കെ ചെയ്തു, സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞു. ഇതിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടത് ബാൽക്കണിയുള്ള റൂംസിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾക്ക് വിൻഡോ ഉള്ള സീറ്റാട്ടോ. ഞാൻ ഇന്ന് ലെൻസാണ് വെച്ചേക്കുന്നത്, അത് തന്നെയാണ് ഇങ്ങനെ ഇരിക്കണത്. എനിക്ക് കണ്ണാടി വെക്കാത്ത ദിവസം ഭയങ്കര ബിയർഡായിട്ട് തോന്നും, പക്ഷെ സൺഗ്ലാസ് ഒക്കെ വെക്കാനുള്ളതുകൊണ്ട് ലെൻസ് വെച്ചത്. ജിബിൻ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ചെക്ക് ഇൻ എക്സ്പീരിയൻസ് ഒക്കെ? കുഴപ്പമില്ലായിരുന്നു. വേറെ പാസ്പോർട്ട് കാരണം വിസ ചെക്ക് ചെയ്തു. എയർപോർട്ട് പോലെ ചെക്ക് ചെയ്യുന്നില്ലല്ലോ. എന്നാൽ നമ്മൾ നോട്ടീസ് ചെയ്ത ഫ്യൂ തിങ്സ് ഒക്കെ പറയാം. എന്തുവാ? മറ്റേ കോ പാസഞ്ചേഴ്സ് ഒക്കെ നമ്മളെക്കാളും പ്രായം കൂടിയവരാണ്. ഭയങ്കര പ്രായമുള്ളവരാണ്. ഒരു 90% ഞങ്ങളെക്കാളും വലിയവരാണ് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പ്രത്യേകിച്ചും ബെൽജിയം ഫ്രാൻസൊക്കെ അടുത്തുമാണ്. പിന്നെ കൂടുതൽ ഡേയ്സൊക്കെ ആയിരിക്കുമല്ലോ യങ്ങർ പീപ്പിൾ പോണേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും. ലൈഫ് ബോട്ടൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ നേരെ ഷിപ്പിലേക്കാണ് കയറിയത്. ഡെക്ക് 6 ഈ സെൻറ്റർ ഓഫ് ദ ഷിപ്പിലേക്കാണ് കയറിയത്. ഇവിടെ നല്ലൊരു സ്റ്റെയർ കേസൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ മസ്റ്റർ പോയിൻറ്റും, അതായത് എന്തെങ്കിലും എമർജൻസി വന്നാൽ ഇവിടെയാണ് എല്ലാവരും മീറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണത്. ഞങ്ങളപ്പം ഞങ്ങളുടെ ക്യാബിനെത്തി. 4428 ആയിരുന്നു. കീയും എല്ലാം ആ എൻവലപ്പിൽ റൂമിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 കീ കാർഡ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കുള്ളൊരു വെൽക്കമിങ് ലെറ്റർ ഉണ്ടായിരുന്നു. അങ്ങ് നീളം വരാണ്ടല്ലേ, ഞാൻ വെച്ചത് മിററാണ്, പക്ഷെ അത് മിററല്ല, അങ്ങേറ്റം വരേണ്ട. ഈ ഫ്ലോറ് മൊത്തം ക്യാബിൻസാണ്. നമ്മൾ സീ വ്യൂ ക്യാബിൻ എടുത്തേക്കണേ, അപ്പം നമുക്ക് ബെഡ്റൂമിൽ നിന്നൊരു വിൻഡ് ഉണ്ടാവും. Thank you. Room tour. ഇത് മിററുണ്ട്, ഒരു സോഫയുണ്ട്, പിന്നെ നല്ല പ്രിട്ടി ആട്ടോ ഒരു ബേ വിൻഡോ. ഞങ്ങളുടെ വ്യൂ ഇതിഞ്ഞ് മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുണ്ട് റൂം കണ്ടിട്ട്. വാർഡ്രോബ് ഉണ്ട്. ഇവിടെ ഒരു മിററുണ്ട് ഫ്രണ്ടിൽ. ഇതൊക്കെ മിറേഴ്സാ. ഓ, ലൈഫ് ജാക്കറ്റ്, ഹെയർ ഡ്രയർ, സേഫ്. ഈ ബാത്റൂം എങ്ങനെയാന്ന് നോക്കാം. എനിക്കിങ്ങനെ ടൈനി ഹൗസിൽ താമസിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരിടയ്ക്ക്. അപ്പം ഞാൻ ഇങ്ങനത്തെ സ്മോൾ സ്പേസസിൽ കംഫർട്ടബിളായിട്ട് എങ്ങനെ താമസിക്കാം എന്നൊക്കെ. നല്ല കൂളല്ലേ, നല്ല രസം. ഞങ്ങൾ സ്പാ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് ഷെഫ് ടേബിൾ, ഇത് വേറെ ഇവന്റാ. ബുക്ക് ചെയ്തതുണ്ടായിരുന്നു. April 2 നാളെ 8:30 ഉണ്ട്. പിന്നെ സ്പായുടെ ഒയാസിസ് സ്പായിൽ ടൈം ഉണ്ടോ? 9 AM എൻ്റെ ഉണ്ടാവുമല്ലോ. അതടുത്തതാ ഒയാസിസ് സ്പായിൽ 10 AM. ഇത് ഫ്രീ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നു. ഓ, പിന്നെ ഇവിടുത്തെ ഇവന്റ്സ് നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്ന അതൊക്കെയുള്ള
നമുക്ക് ത്രൂ ഔട്ട് ദ ഡേ ഇതിലെല്ലാം എപ്പോഴും ഫുഡ് കിട്ടും. ഇത് ഡെക്ക് 8 പോകണം. ഓക്കെ വിട്ടേക്കാം. noon to 9:30 p.m. ഓക്കെ noon ആയാലും. ഞാൻ ബുദ്ധിപൂർവ്വം ട്രെയിനിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാ വന്നേ. ബട്ട് മൈ ഹസ്ബൻഡ് ഹിയർ ഫുഡൊന്നും അടിക്കാണ്ട് വന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഭയങ്കര വിശക്കണമെന്ന് പറയണം. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഞങ്ങൾ ലിഫ്റ്റ് നോക്കിയപ്പോൾ ലിഫ്റ്റ് ഭയങ്കര ക്രൗഡഡ്. ഇപ്പം എല്ലാവരും ജസ്റ്റ് മാറ്റി. അപ്പോൾ ഇപ്പോൾ സമയം 2:46 ആയി. ഈ എടുത്തേക്കുന്ന എല്ലാ സാധനങ്ങളും ജിമിൻചാരനാട്ടോ. ഞാൻ ഇത് മാത്രം എടുത്തിട്ട് ഞാൻ പക്ഷെ ഒന്നുകൂടി പോവും. ഞാൻ എല്ലാം ഒന്ന് സൂക്ഷിച്ച് സ്റ്റഡി ചെയ്തിട്ട് ഞാൻ എടുക്കും. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന സീറ്റ് നല്ല അടിപൊളിയാണ്. ഞാൻ ഞങ്ങൾ റൂമിൽ കയറിയ അടുത്തത് തന്നെ ഓടി ഇങ്ങോട്ട് വന്നു. അത് തന്നെ നല്ല വ്യൂ ഉള്ള സീറ്റ് കിട്ടി. ഇതാണെങ്കിൽ ഡെക്ക് 8 ഞങ്ങളുടെ ക്യാബിൻസ് 4 അതപ്പം ഇനി പുറത്തൊക്കെ പോയിട്ട് നോക്കണം. ഫുഡ് എങ്ങനെയുണ്ട്? കാറ്റ്സു നൂഡിൽസ് എങ്ങനെയുണ്ട് ചേട്ടാ? ഇന്നലെ ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു ജാപ്പനീസ് കടയിൽ നിന്ന് കാറ്റ്സു കറി കഴിച്ചായിരുന്നു. അതപ്പം നല്ല ടേസ്റ്റായിരുന്നു. അത് വിചാരിച്ച് അതിൻ്റെ ഓർത്തോണ്ട് ഇതും ഇന്ന് പോയി എടുത്തത് ആദ്യം തന്നെ. സാലഡ് എങ്ങനെയുണ്ട്? ഫ്രഷാണോ? ഫ്രഷാ? ഓക്കെ. പിന്നെ ആണോ? പക്ഷെ ഞാൻ അവിടെ സീകൾ തന്നെ കണ്ടു. അതാണെങ്കിൽ ഇങ്ങനെ കയ്യിൽ നിന്ന് ഫുഡ് എടുത്തോണ്ട് പോകും. അപ്പം എല്ലാം ഭേദം ഇതാ. ഞാനിത് കഴിച്ചിട്ട് പറയാം. ഓക്കെ ബൈ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അതേ ഫ്ലോറിലുള്ള ദ ക്ലബ് ഹൗസിലാണ് പോയത്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. രാവിലെ കിഡ്സിനും വൈകുന്നേരം വലിയവർക്കും പറ്റിയ ഷോസ് ആയിരുന്നു ഇവിടെ ഉള്ളത്. ഇതിന്റെ സീഡി ലെവൽ ഭയങ്കര കുറവാണ്. പെട്ടെന്ന് സ്റ്റേഴ്സ് ആണല്ലോ നമുക്ക് പെട്ടെന്ന് കയറാൻ. ഞങ്ങളിപ്പോൾ മുകളിലത്തെ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. പുറത്തേക്കൂടി തന്നെയാണ് അങ്ങനെ പോയത്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആയിരുന്നു സീൻ്റെ. ബ്ലാക്ക് നെറ്റിട്ട ഏരിയ സ്പോർട്സ് അരീനയായിരുന്നു. റെഡ് ഗേറ്റ് ഉള്ള സ്ഥലം സ്പ്ലാഷ് ഏരിയ ആയിരുന്നു, കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റിയ. ഇവിടെ പല ടൈപ്പ് പൂളുകളുണ്ടായിരുന്നു. ഇപ്പം കാണുന്ന ഇൻഫിനിറ്റി പൂളാണ്. അത് 2 ലെവലിലായിട്ടുണ്ട്. പിന്നെ കുറേ സൺ ബാത്ത് ചെയ്യാനുള്ള സ്പേസും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഏറ്റവും മുകളിലത്തെ ഡെക്കാണ്, 18th ഡെക്കാണ്. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് 7 laps = 1 mile എന്ന്. അതായത് ഈ ബോട്ടിന് ചുറ്റും ഇങ്ങനെ ആരോ മാർക്കുള്ള ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഈ ട്രാക്കിൽ കൂടി നടന്ന 7 ലാപ്പ് എടുത്താൽ 1 മൈലാവും. പിന്നെ അവിടെ ആണെങ്കിൽ ബിഗ് ചെസ് ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ നല്ല രസമുള്ള സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ റൂമാണെന്ന് തോന്നുന്നുണ്ട്. ജക്കൂസികളുണ്ട് സൈഡിൽ. അവിടെയൊക്കെ ആളുള്ളതുകൊണ്ട് കാണിക്കാനുള്ളതാട്ടോ. ഇവിടെയൊക്കെ എന്തോ ഷോ നടക്കാൻ അവർ റെഡിയാക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇൻഡോർ പൂളും ഉണ്ട്. നമ്മൾ ഈ പൂളിലല്ലേ വരാൻ പോണത്? യെസ്, നമ്മൾ നാളെ ഈ പൂളിൽ വരും. അവരെന്തൊക്കെ സെറ്റ് ചെയ്യണ്ട ഇവിടെ കൂടി. ഇവിടെ ബാറും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആൾക്കാർ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് കയ്യിൽ. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വെഡിങ് അറ്റ് ദ സീ എന്ന് പറഞ്ഞ പരിപാടി അവൈലബിൾ ആണെന്ന് പറഞ്ഞു. 10 ഗസ്റ്റ് വരെ കല്യാണം കഴിക്കാം. ഒന്നുകൂടിയും കല്യാണം കഴിച്ചാലോ? ആൻസർ അതാ. ആൻസർ യെസ് ഓർ നോ? ഇനിയില്ല. ഞങ്ങൾ പോണ ഹോളിഡേ എന്ന് വെച്ചാൽ സൗത്താംപ്ടണിൽ സീബ്രൂക്സ് വരെ പോകാം. സൗത്താംപ്ടൺ സീബ്രൂക്സ്. ഹലോ, അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫോട്ടോ ഹബ്ബ് കണ്ടു.
ഞങ്ങൾ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താന്ന്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താം. പക്ഷേ 40 പൗണ്ട്സ് ആണേ ഉള്ളൂ. ഓ ഇവിടെ പേയ്മെന്റ് ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ഷോപ്പിംഗ് ഉണ്ട്. ഇത് ആക്ച്വലി എയർപോർട്ടിലെ പോലെ തന്നെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്സ് ഉണ്ട് ഇവിടെ. അതാണ് ആക്കിയതില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ സ്വിമ്മിങ് സൂട്ടും ഡ്രസ്സും എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോഴും ഞങ്ങൾ സെയിൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും സൗത്ത് ആംപ്ടണിലാണ് ഞങ്ങൾ. This is a gentle reminder to please ensure that you visit your muster station and register your attendance. ഞങ്ങളിപ്പോൾ റൗണ്ട് 3ക്ക് വന്നേക്കാം. ഏഷ്യൻ റെസ്റ്റോറൻറ്റിലെ മെനു ചേഞ്ചായി. അപ്പം ചേട്ടൻ നാസി ഗൊറാങ് എടുത്തു, ഞാൻ ലെമൺ ചിക്കൻ എടുത്തു, പിന്നെ ലെമൺ ഡ്രിസിൽ കേക്ക് എടുത്തിട്ടുണ്ട്. ചേട്ടനൊരു ക്യാപച്ചിനോ ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് എക്സ്ട്രാ ഡ്രിങ്ക്സ് ഒന്നും നമ്മുടെ പാല്, കോഫി, ടീ ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ അതല്ലാത്ത എക്സ്ട്രാ എന്തൊക്കെ ഡ്രിങ്ക്സാ, ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ എക്സ്ട്രാ. പക്ഷേ കോഫി ഉണ്ട്, കോഫി ഉണ്ട്, മിൽക്ക് ഉണ്ട്, ഹോട്ട് വാട്ടർ ഉണ്ട്, ഐസ് ഉണ്ട്. ഇതെല്ലാം വെച്ച് നമുക്കാണെങ്കിൽ ഐസ്ക്രീം, ഐസ് കോഫി എല്ലാം ഉണ്ടാക്കാം. അതെ. അപ്പം ഞാൻ എല്ലാം സെപ്പറേറ്റ് ആവുന്നുണ്ട്. അതെ. അപ്പം ഞാനാണെങ്കിൽ ഐസ് ഇട്ട മിൽക്കാണ് എടുത്തത്. ഞാൻ ഒരു അബദ്ധം കാണിച്ചു. ഞാൻ മിൽക്ക് എടുത്തിട്ട് ഐസ് ഇട്ടേ. അപ്പോൾ അവിടേക്ക് ഇച്ചിരി സ്പില്ലായി. അപ്പം ആദ്യം ഐസ് എടുത്തിട്ട് വേണം മിൽക്ക് ഒഴിക്കുക. അപ്പം ഞാൻ ഇനി അടുത്താണല്ലോ അങ്ങനെ ചെയ്യണം. അപ്പം ഞങ്ങൾ സൗത്ത് ആംപ്ടണിൽ നിന്ന് സെയിൽ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ്സൊക്കെ ആയി കാണുമായിരിക്കും. അപ്പോൾ സൺസെറ്റിൻ്റെ വ്യൂ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ജിബൻ ചേട്ടൻ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്പീഡിലെടുക്കുന്ന ഒരു സൺസെറ്റ് ഇപ്പോൾ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഓടിപ്പോയി ക്യാമറ എടുത്തുകൊണ്ട് വന്നപ്പോൾ സണ്ണ് അതേ പൊസിഷനിൽ തന്നെയാണ് നിൽക്കണേ. അപ്പോൾ എനിക്ക് തോന്നണേ ഞങ്ങൾ അവേ ഫ്രം ദ സൺ ആണോ പോണേ, അത് ടുവേർഡ്സ് സണ്ണാണോ പോണേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവണില്ല. എന്തായാലും സൺ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് കാരണം അവിടെ ഇപ്പം ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ക്യാമറ ഒക്കെ എടുത്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ഉണ്ട്. ബാക്കി ഇവിടെ ഇപ്പം ഈ ഡെക്കിലൊന്നും ആരുമില്ല. എല്ലാവരും ഇവിടെ, എനിക്കെന്നാൽ ഇവിടത്തെ ഉള്ളവരെല്ലാവരും നേരത്തെ ഡിന്നർ കഴിക്കും. ഇപ്പോൾ ഒരു 7 ഒക്കെ ആവാൻ പോവാ. അപ്പോൾ എല്ലാവരും ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് റെസ്റ്റോറൻറ്റ്സിലേക്കൊക്കെ പോയി. മുകളിൽ ക്രൂസ് ഷിപ്പുണ്ട്. ഓ, അതൊരു ഇൻഫിനിറ്റി പൂളാ. എൻ്റെ ലക്ഷ്യം നാളെ അവിടെ പോയി സ്വിം ചെയ്യണം. അപ്പം ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തി. ഞങ്ങൾ സണ്ണിൻ്റെ ഡയറക്ഷനിലേക്കാണ് പോണേ. കാരണം ക്യാപ്റ്റൻ പറയണ്ടായിരുന്നു അനൗൺസ്മെൻറ്റിൽ ബെൽജിയത്തിലേക്ക് UK
വിചാരിക്കുന്നത് ഷോർട്ട് ട്രിപ്പാണ്. അപ്പം നമ്മളെന്തോ ഇങ്ങനെ എങ്ങോട്ടോ പോയിട്ടൊക്കെ റൗണ്ട് എടുത്തിട്ടാണ് പോണത്. കാരണം ഒരു ഡേ മൊത്തം സീല് വേണമല്ലോ. അപ്പോൾ അത് തന്നെ. അപ്പം അങ്ങനെയാണ്. ജക്കൂസിയൊക്കെ ഫ്രീ ആയിട്ടുണ്ട് ഫൈനലി. ഇത്രയും നേരം ആൾക്കാരുണ്ടായിരുന്നു. അന്നേരം നാളെ നമുക്ക് സെറ്റ് ചെയ്യാം ജക്കൂസിയും ഒക്കെ. ഇനിയിപ്പം ഞങ്ങളുടെ റൂമിലെ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ത്രൂ ഔട്ട് ദ ജേർണി ഇതായിരുന്നു ഞങ്ങളുടെ റൂമിലെ ഫേവററ്റ് പോർഷൻ. എപ്പോഴും നമ്മൾ സീലാവുമ്പം വലിയ വ്യൂവിന് വ്യത്യാസം വരില്ല എന്ന് വിചാരിക്കും. പക്ഷേ ആ സണ്ണിൻ്റെയും വേവ്സിൻ്റെയും ഒക്കെ ഓരോ മൂമെൻറ്റും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നല്ല ഭംഗിയായിരുന്നു ഇവിടെ. കണ്ടല്ലോ, കിട്ടിയില്ലോ, വീഡിയോ ആണല്ലോ. ഇപ്പൊ ഞങ്ങള് ഒലിവ് ഗ്രൂവ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലാണ്. അപ്പൊ ആണെങ്കിൽ ഇവിടെ നല്ല രസമുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. അപ്പൊ ഞങ്ങള് ലഞ്ച് കഴിച്ച സമയത്ത് തന്നെ ജസ്റ്റ് ഇവിടെ വന്ന് ഒന്നെങ്കിൽ ബുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ കയറിയിട്ടാണെങ്കിൽ ബുക്ക് ചെയ്യാം. പക്ഷെ ആപ്പ് ഞങ്ങൾക്ക് അത്ര ഇത് കൺവീനിയന്റ് ആയിട്ട് തോന്നിയില്ല. ആക്ച്വലി ഒരു QR കോഡ് ഇവിടുത്തെ സ്ക്രീൻസിൽ കാണിക്കും. ആ QR കോഡിൽ കയറിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വൈഫൈയിൽ കണക്ട് ചെയ്യണം. വൈഫൈ കണക്ട് ചെയ്തിട്ട് QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഒരു വെബ് പേജിലേക്ക് പോകും. അവിടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് ഇപ്പോൾ തിയേറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. മൂവീസ് അത് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വേറെ പല പല ഷോസ് എല്ലാം അവിടെ വരും. അപ്പം അവിടെ അതെല്ലാം ബുക്ക് ചെയ്യാം. ഇതും അവിടെ ബുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ ഡയറക്റ്റ് വന്ന് രാവിലെ വന്ന് കഴിച്ചപ്പോഴത്തേക്കും അവിടെ വന്ന് പറഞ്ഞ് അങ്ങനെ ബുക്ക് ചെയ്തതാണ് ഇത് ഡയറക്റ്റ്. അല്ലാതെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. ഇവരുടെ മെനു നോക്കിയാ ഇതൊക്കെയാണ് മെനു. അപ്പൊ അതില് ചില ഐറ്റംസ് മാത്രം എക്സ്ട്രാ കാശ് കൊടുത്തിട്ട് ഉണ്ട്. ബാക്കി പ്രൈസ് എഴുതാത്തതൊക്കെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എല്ലാം ഫ്രീ ആയിട്ട് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ എക്സ്ട്രാ കുറച്ച് ഐറ്റംസ് 2-3 ഐറ്റംസ് മാത്രമേ ഇതുള്ളൂ. അപ്പം ഞങ്ങള് എന്താ ഓർഡർ ചെയ്തേ? ഞങ്ങള് മെഡിറ്ററേനിയൻ ട്രൈ. ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടില്ല. പക്ഷെ ഇതെന്റെ പേഴ്സണലി ഇന്നത്തെ ഹൈലൈറ്റ് ആയി പോയി. ഇവിടെ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് ബുക്ക് ചെയ്തത്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ എന്തായാലും ഇവിടെ വരുവാണെങ്കിൽ എന്തായാലും ഒലിവ് ഗ്രൂവിൽ ബുക്ക് ചെയ്യണം ഇത്തവണ. എസ്പെഷ്യലി സൺസെറ്റ് ടൈം ആണെങ്കിൽ അടിപൊളിയായിരിക്കും. റിസപ്ഷനിൽ അവരും പറഞ്ഞായിരുന്നു ലൈക്ക് ബെസ്റ്റ് ആണെന്നുള്ളത്. ഇത് സ്മോൾ റെസ്റ്റോറന്റാ. അപ്പം പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫില്ലായി പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ജിബിൻ ചേട്ടൻ ബീഫ് ബുക്ക് ആണ് ഓർഡർ ചെയ്തേക്കണത്. ഞാൻ ലാംബ് ജൈറോസ് ആണ് ഓർഡർ ചെയ്തേക്കണേ. ഞങ്ങളുടെ സ്റ്റാർട്ടേഴ്സ് ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പം ജിബിൻ ചേട്ടൻ അഫ്ഗാറ്റോ എടുത്തേക്കണേ. ഞാൻ ടിറമിസു ആണ് എടുത്തേക്കണേ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മെയിനും അടിപൊളിയായിരുന്നു. അതിൽ ചേട്ടന്റെ ബീഫ് ബുക്ക് ആയിരുന്നു ഏറ്റവും അടിപൊളി. ഇതിലും എനിക്ക് കണ്ടിട്ട് അഫ്ഗാറ്റോ അടിപൊളിയാന്ന് തോന്നുന്നുണ്ട്. ജിബിൻ ചേട്ടൻ ഓർഡറിങ് ഒക്കെ സൂപ്പർ ആണല്ലോ ഇത്തവണ. ഇത് ഒലിവ് ഗ്രൂവ് റെസ്റ്റോറൻറ്റിന് തൊട്ട് പുറത്തുണ്ടാകുന്ന ഏരിയ ആയിരുന്നു. ഇത് സാലഡ്സും ഡെസേർട്ട്സും ടീ കോഫി മിൽക്ക് ഇതൊക്കെ എപ്പോഴും ഇരിക്കണ സ്ഥലമാണ്. നമുക്ക് എപ്പം വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന ഏരിയ ആയിരുന്നു ഇത്. ഇതാണ് ലിഫ്റ്റൊക്കെ എങ്ങനെയാണ്. ഇപ്പം സമയം 11:30 Day 1. ഞങ്ങൾ മിഡ് നൈറ്റ് സ്നാക്കിനും പിന്നെ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവാം. ഞങ്ങൾ ഒന്ന് ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ മാറി അടിപൊളി ഡ്രസ്സൊക്കെ ആയി. യോയ്യോ
ഹലോ, അപ്പം നമ്മളിപ്പോൾ ഹൊറൈസൺസ് ബൊഫെ ഏരിയയിലാണ് വന്നേക്കുന്നത്. ഇവിടെ ഈ ബൊഫെ മാത്രം നൈറ്റിൽ 1:15 AM വരെയുണ്ട്. അപ്പം ഇപ്പോൾ എല്ലാവരും ലേറ്റ് സ്നാക്കിന് വേണ്ടി വന്നേക്കുകയാണ്. ഞാനാണെങ്കിൽ ഡിന്നറൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞൊന്നും കഴിക്കണില്ല പറഞ്ഞ് നിറഞ്ഞാൽ ജുബിൻ ചേട്ടൻ കമ്പനിക്ക് വേണ്ടി വന്നതാണ്. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ എൻ്റെ പ്ലേറ്റിലാണ് കൂടുതൽ സാധനങ്ങൾ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും നാളെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഞങ്ങൾ വേറെ റെസ്റ്റോറൻറ്റ്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം എനിക്കിങ്ങനെ ഞാൻ വിചാരിച്ചുള്ളൂ, പക്ഷേ ഞാൻ ഹൊറൈസൺസിൽ പോയില്ലല്ലോ എന്ന്. പക്ഷേ ലക്കിലി ഇത് മാത്രമേ ഉള്ളൂ രാത്രി 1:15 AM വരെയുള്ള റെസ്റ്റോറൻറ്റ്. അപ്പം എല്ലാവരും എപ്പോഴും മിഡ് നൈറ്റ് സ്നാക്കിന് വേണ്ടി വന്നേക്കാണ്. സാധാരണ ബൊഫയിലുള്ള എല്ലാ ഡിഷസും ഇല്ല, കുറേയൊക്കെ അവർ ക്ലീൻ ചെയ്തു. പകുതി ബൊഫെ തുറന്നിട്ടുള്ളൂ. അപ്പം അതിൽ തന്നെ കുറേ അത്യാവശ്യം ഐറ്റംസ് ഉണ്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ബട്ടർ ചിക്കൻ ഉണ്ട്, ഒരു റോസ് പൊട്ടറ്റോ, ബീഫ് റോഗൻ ഗോഷ്, ലാംബ് ഷവർമ, കംബർലാൻഡ് സോസേജ്, ഇറ്റാലിയൻ മീറ്റ് ബോൾസ്, പിന്നെ നമ്മുടെ ബാസ്മതി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ എക്സ്ട്രാ എടുത്തേക്കുന്നത് ബട്ടർ ചിക്കനും അത് കോർണിഷ് പാസ്റ്റി, ഒരു ചിക്കൻ ബ്രസ്റ്റും, കുറച്ച് വെജിറ്റബിൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നാളത്തേക്ക് ഉള്ള ഷെഡ്യൂളെല്ലാം ആക്ച്വലി നമ്മൾ റൂമിൽ കയറിയപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ ഒരു കലണ്ടർ പോലെ ഒരു ഇട്ടിട്ടുണ്ട് നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ അതിനകത്ത് എല്ലാ പ്രോഗ്രാംസും എഴുതിയിട്ടുണ്ട്. കലണ്ടറിനകത്ത് ഏതൊക്കെയാണ് ഡ്രസ് കോഡുള്ളത്, അവൈലബിൾ ആയിട്ട് ഡ്രസ് കോഡ് വേണ്ടതെന്നും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫുൾ പ്രോഗ്രാംസ് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ. അപ്പോൾ ഇന്ന് ഈവനിങ്, അതായത് രാവിലെ അവർ കൊണ്ടിടും, ഈവനിങ് ആയപ്പോഴത്തേക്കും ഇന്നിപ്പോൾ നാളത്തേക്കുള്ള കലണ്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നാളെ കുറേ ഗ്ലാഡിയേറ്റർ 2 ഒക്കെ സിനിമ ഇവിടെ ഉണ്ട്. പിന്നെ വേറെ ഫുള്ള് ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. നാളെ ഇപ്പോൾ 2 സ്പാ ബുക്കിംഗ് ഉണ്ട് 2 പേർക്കും. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. സ്പാ ഉണ്ട്, പിന്നെ ഒരു ഫ്രീ ഒരു ഡയമണ്ടിന്റെ സാധനം ഉണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ അല്ല, ടാൻസനൈറ്റ് മാത്രമുണ്ട്. അതെന്തോ നമ്മളതിന്റെ ക്യാരറ്റ് ഗസ് ചെയ്താൽ നമുക്ക് എന്തോ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ എന്തോ പരിപാടി. എന്തായാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉള്ള ഡേയ്സിൽ നാളെയാണ് CD ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആക്ച്വലി എല്ലാം പ്ലാൻ ചെയ്ത് ഇച്ചിരി കൂടി ബിസി ആയിട്ടുള്ളത് നാളെയാണ്. അപ്പം നാളത്തേക്ക് എക്സൈറ്റഡ് ആണ്. നാളെ ഇപ്പോൾ രാവിലെ 9 മണിക്ക് ഒരു അപ്പോയിൻമെൻറ്റ്, 10 മണിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാം. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകണം, ജിമ്മിൽ പോകണം. ജിമ്മിലൊക്കെ ചിലപ്പോഴേ പോകുള്ളായിരിക്കും. എനിക്ക് കാണണമെന്നുണ്ട്. എനിക്ക് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ജിമ്മ് കാണണമെന്നുണ്ട്. അത് തന്നെ നമ്മൾ ചുമ്മാ പോകും. പിന്നെ അപ്പം ഇനി ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നിറങ്ങാൻ പോവാണ്. ഇത് Day 1 എണ്ണ കേട്ടോ. ഓക്കെ, ബൈ. ഇത് ഞങ്ങൾ ബൈ പറഞ്ഞ് പോയെങ്കിലും ചേട്ടനിപ്പോൾ ഒരു സ്വീറ്റ് എടുത്തുകൊണ്ട് വന്നു. ഇത് ആഫ്രിക്കൻ ടപ്പിയോക്ക എന്നാണ് ഇത് വിളിച്ചത്. ഇത് ഈ വയറിലായ ഫൂഫുവിൻ്റെ വല്ല കസിനാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അത് ഇതിൽ ഇനി ആ സാബുദാന ബോൾസിനാണോ അവർ ടപ്പിയോക്ക ഇന്ന് വിളിക്കണേന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടിട്ട് നല്ല യമ്മി ആയിട്ടുണ്ട്. ഫൂഫ് പോലെ ഇരിപ്പുണ്ട്. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും കേട്ടോ സാധനം.